ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രത്തിൽ ന്യൂനതയെങ്കിൽ പുനരന്വേഷണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. അത് ഇനിയും കുറേ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെ SITയുടെ അന്വേഷണമൊക്കെ അവസാന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തെളിവെടുപ്പുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമുണ്ട്. ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ നിർണായകമായ യോഗമൊക്കെ നടക്കുന്നുണ്ട്. CPM-ന്റെ പത്മകുമാറിനെതിരെ ഒരു നടപടിയൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. ആ ഇടയ്ക്കാണ് ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ മുരളീധരന്റെ ഈ പ്രതികരണം. അപ്പോൾ എങ്ങനെ നമ്മൾ വിലയിരുത്തണം? സേതു, ശബരിമല സ്വർണ്ണക്കള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പിലാണ്. 3 ദിവസം മാത്രമാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്നത്. മുൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ കെ പത്മകുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ, സുഹൃത്തുക്കളോടായി നടത്തിയ വെളിപ്പെടുത്തലുകളും മറ്റും നമുക്കറിയാം. പുതിയ സാഹചര്യത്തിലാണ്, ഇത്തരം ഒരു ഘട്ടത്തിലാണ് കെ മുരളീധരൻ ദേവസ്വം മന്ത്രി തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ന്യൂനതയുണ്ടെങ്കിൽ പുതിയ അന്വേഷണം നടത്തുമെന്നുള്ള പ്രതികരണം ന്യൂസ് മലയാളത്തോടും മറ്റുമായി നടത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വലിയ പ്രചാരണായുധമായിരുന്നു UDF ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. അതിനുശേഷം UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. ഇത്തരത്തിലൊരു അന്വേഷണം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും ഇത് ഇത്തരത്തിൽ പുനരന്വേഷണം അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള, മറ്റൊരു സംഘത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ള സൂചനകളും കുറെ വ്യക്തമാണ്. അക്കാര്യം തുറന്ന് പറയുകയാണ് ദേവസ്വം മന്ത്രി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പത്മകുമാറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടും SITയുടെ അവസാനഘട്ട നടപടികൾ സംബന്ധിച്ചുകൊണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ന്യൂനതകളുണ്ടെങ്കിൽ പുനരന്വേഷണം ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം കെ പത്മകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇനിയും സത്യങ്ങൾ പുറത്തു വരാനുണ്ടെന്ന് എന്നതിന്റെ സൂചനയാണ്. പുറത്തുവരുന്ന സത്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നും കെ മുരളീധരൻ നമ്മളോടായി നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമായി. ഏതായാലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുണ്ടായ വിവാദങ്ങളും. ഏറ്റവും ഒടുവിൽ ആ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും പത്മകുമാർ നടത്തിയ ചില പരാമർശങ്ങളും. ഞാൻ അടുത്ത മണിക്കൂറിൽ കാര്യമായിട്ട് ഈ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി വരാം ലെവിൻ. ശരി.